പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച സബ്മിഷൻ വന്യജീവി ആക്രമണത്തെക്കുറിച്ചാണ്. കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്. ഒരു ആശുപത്രി സൗകര്യം എന്നുള്ളത് ഭയങ്കര മോശമായ ഒരു സാഹചര്യമാണ്. വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്, പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് പോളിസി ഡിസിഷൻ എടുക്കണം. ഒരു വികസനം റോഡ് തലത്തിൽ, ആശുപത്രി തലത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പട്ടയ പ്രശ്നം അതിവിടെ കൊല്ലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മുടെ ഗവൺമെന്റ് പൂർണ്ണ പരാജയമാണ് ഫണ്ട് മുടക്കുന്ന കാര്യത്തിൽ. ഇപ്പോൾ ഇന്നലകളിലെ സമരങ്ങളുടെ കനലുകൾ ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അത് ഈ ഇലക്ഷൻ കാലത്ത് ഞങ്ങൾ ജ്വലിപ്പിച്ചു തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അവരാരും ഇവിടെ നിൽക്കുന്നില്ല, അവരെല്ലാം വിട്ടുപോവാണ്. മറ്റൊരു ഭരണാധികാരികൾ അനുവദിച്ച് തന്ന റോഡായതുകൊണ്ട് മാത്രം അത് നടപ്പിലാകാതെ വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഭീമമായ തുക പാർട്ടി സംഭാവന ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും കോളേജ് സ്ഥാപിക്കാനായിട്ട് വിജയപുരം രൂപതയ്ക്ക് കഴിയാതെ പോയിട്ടുള്ളത്. ഒരിക്കലും ഒരു തെറ്റായ ദർശനത്തോടു കൂടിയല്ല ഇടുക്കി രൂപത ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് എന്നുള്ളതാണ് വസ്തുത. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ മലമുകളിൽ കത്തിച്ചു വെച്ച വിളക്കാണ് ഇടുക്കി. കേരളത്തിന് ആവശ്യമായ 66% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി എന്നത് ഏവർക്കും, എല്ലാ വിനോദസഞ്ചാരികൾക്കും, കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിലും ലോകം മുഴുവനുള്ള വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും മനോഹരമായ, ഇഷ്ടപ്പെടുന്ന ഒരിടമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 പാർട്ടികളും അവരുടെ പ്രചരണം ചൂടോടുകൂടി, വാശിയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇടുക്കിയെ ഇനി മിടുക്കിയാക്കുന്നത് ആര്? ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി ഗുഡ്നസ് ന്യൂസ് ഇടുക്കി മണ്ഡലത്തിലുള്ള പര്യടനം ആരംഭിക്കുന്നു. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലുള്ള നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പര്യടനം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമായ മറയൂർ, കാന്തല്ലൂർ മേഖലയിലാണ്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു മേഖലയിൽ ഒരുപാട് കർഷകരും കൃഷിയോട് ജീവിതം നയിക്കുന്നവരാണ്. നമുക്കറിയാം കാന്തല്ലൂർ മേഖലയെല്ലാം കരിമ്പും കൃഷിയൊക്കെ വളരെ പ്രശസ്തമാണ്, നമുക്കറിയാം. എന്തായാലും ഈ ഒരു മേഖലയിൽ ജീവിക്കുന്ന ഇവിടുത്തെ ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എന്താണ്? ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ, മാധ്യമപ്രവർത്തകനായ ചന്ദ്രശേഖരൻ ചേട്ടൻ നമ്മൾ ചേരുകയാണ്. ഏതെല്ലാം മേഖലയിലാണ് ഈ ഒരു ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളി? പൊതുവെ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ വന്യമൃഗ ശല്യം, കൂടാതെ ഇവിടെ കാർഷിക മേഖലയാണ്. വന്യമൃഗ ശല്യം കൂടാതെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ വികസനം കുറവ് തന്നെയാണ്. കുറവെന്ന് വെച്ചാൽ അതിർത്തി മേഖലയോട് പങ്കുന്ന തമിഴ്നാട് ചേർന്ന് കിടക്കുന്ന ഈ മേഖലയിൽ ഒരു ആശുപത്രി സൗകര്യം എന്നുള്ളത് ഭയങ്കര മോശമായ ഒരു സാഹചര്യമാണ്. ഒരു പ്രാഥമിക ചികിത്സയ്ക്ക് മാത്രമേ ഇവിടെ ഒരു പേഷ്യൻ്റിനെ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കൂടാതെ ഇവിടുന്ന് ഒരു ആശുപത്രി ചികിത്സയ്ക്കായി അടിയന്തരമായി എത്തിക്കണമെങ്കിൽ തമിഴ്നാട് അടിമാലി 70 കിലോമീറ്റർ, ഇല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ്, ഇടുക്കി മെഡിക്കൽ കോളേജ്, ഇങ്ങനെ 100, 150, 200 കിലോമീറ്റർ ദൂരം വരെയാണ് ഒരു പേഷ്യൻറ്റിനെ ഒരു എമർജൻസി ആവശ്യത്തിന് വേണ്ടി എത്തിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗം നിൽക്കെ പിന്നെ ഇവിടെ റോഡ് സൗകര്യം എന്ന് വെച്ചാൽ ഇപ്പം കുഴപ്പമില്ല. റോഡ് സൗകര്യങ്ങൾക്ക് നല്ല ഒരു ഇതിലാണ് BMC ഇതിലാണ് നിലവാരത്തിലാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഇവിടെ സംബന്ധിച്ച് ഇപ്പം മറയൂർ മൂന്നാർ റോഡ് പറയുവാണെങ്കിൽ എറവികുളം നാഷണൽ പാർക്ക് പ്രധാനമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടില്ല കാര്യമായിട്ട്. അപ്പം ഈ പാർക്കിംഗ് സൗകര്യം കുറവായത് കാരണം ഈ വിനോദസഞ്ചാരികൾ വാഹനങ്ങളെല്ലാം തന്നെ റോഡിലിടുക, മറ്റേ നടുറോഡിലെ മറ്റേ റോഡ് വശങ്ങളിലിടുന്ന ഒരു സാഹചര്യത്തിൽ നിലവിലുള്ളത്. അപ്പം ഈ റോഡ് വശങ്ങളിലിടുമ്പോൾ മറ്റ് യാത്രക്കാർക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായ ഒരു സാഹചര്യമുണ്ട്. ഈ അവസ്ഥയിൽ കഴിഞ്ഞ ഒരു
4-5 വർഷം മുമ്പ് തന്നെ ഈ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്ന ഇവിടുത്തെ സുന്ദരം എന്ന ആൾ ഈ പേഷ്യൻ അറ്റാക്കായി. അപ്പം പെട്ടെന്ന് എമർജൻസിയെ കൊണ്ടുപോകുമ്പോൾ ഈ പാർക്കിംഗ് വാഹന കുറുക്കിൽ കുടുങ്ങിയിട്ട് ആൾ മരണപ്പെടുകയും ചെയ്തു. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ ഒരു വിഷയം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. ഇത് നമ്മൾ വാർത്തയിലും മറ്റേലും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞാലും പക്ഷേ ഇതിനുള്ള ഒരു ഒത്തിരി മറ്റൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു വിഷയമുണ്ട്. പിന്നെ കൂടാതെ കാർഷിക മേഖല സംബന്ധിച്ച് വന്യമൃഗശല്യം എന്നുള്ളത് അതിരൂക്ഷമാണ്. കാരണം ആനയുണ്ട്, പോത്തുമുണ്ട്, മറ്റെല്ലാം തന്നെ ഇവിടെ വന്യമൃഗശല്യത്തിൻ്റെ ഒരു കൂടാരമാണ്. കാരണം തൊട്ടടുത്ത് ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അതിൽ നിന്ന് ഇവിടെ വന്നാണ് വന്യമൃഗങ്ങളെല്ലാം കൃഷി നശിപ്പിക്കുന്നത്. ഈ കൃഷി നശിപ്പിക്കുന്ന ചെയ്യുമ്പോൾ മറയൂർ സാണ്ടൽ ഡിവിഷനാണ് ഇവിടെ ഈ മേഖലയുടെ ഇത്. അപ്പം ഈ സാണ്ടൽ ഡിവിഷനിൽ ഒത്തിരി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ ഈ പദ്ധതികളെല്ലാം നടപ്പാക്കുന്നുണ്ടെങ്കിലും അത് ഒരു പൂർണ്ണതയിലല്ല. നടപ്പാക്കുന്നുണ്ടെങ്കിലും അത് ഒത്തിരി അപാകത മൂലം വർഷങ്ങൾ തോറും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പദ്ധതികൾ നടപ്പാക്കുന്നതല്ലാതെ പക്ഷേ ഈ പദ്ധതിയിലെല്ലാം തന്നെ എന്താ പറയുക, ഇത് ഇല്ലാതായില്ല, ഇത് നശിച്ചു പോവുകയാണ്. നശിച്ചു പോകുകയെന്ന് വെച്ചാൽ ഇപ്പം ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്, അത് തുടർച്ചയുള്ള ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് കോടികൾ നഷ്ടമല്ലാതെ വേറൊന്നും ഇവിടെ നിലനിൽപ്പിന് കർഷകർക്ക് ഒരു രക്ഷയില്ലാത്ത ഒരവസ്ഥയിലാണ് വന്യമൃഗങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ കാന്തല്ലൂർ പഞ്ചായത്തിലെ കീഴാന്തൂരിലെ ഈ മറ്റ് സർക്കാർ പദ്ധതികളുടെ ഒരു പദ്ധതികൾ എത്ര വന്നാലും അത് കറക്റ്റായ ഒരു റൂട്ടിൽ പോകാത്ത കാരണം അതെല്ലാം തന്നെ പാളിച്ചയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ തന്നെ സ്വന്തമായിട്ട് 4 ലക്ഷം രൂപ മുടക്കി സൗർ ജോർജ് വേലി നിർമ്മിച്ച് ഇപ്പോൾ അത്യാവശ്യം അവർ വന്യമൃഗങ്ങൾ ആ കൃഷിത്തോട്ടത്തിലേക്ക് കടക്കാതിരിക്കാൻ നടപടി ചെയ്തിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒത്തിരി ഭാഗങ്ങളുണ്ട്. പക്ഷേ അവരുടെ മേഖല മാത്രമല്ല വന്യമൃഗങ്ങൾ കടന്നു പോകുന്നത്, മറ്റു മേഖല ഒത്തിരി ഭാഗങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ നല്ലൊരു പദ്ധതി നടപ്പാക്കണം. മറ്റൊരു കാര്യം വെച്ചാൽ ഇവിടെ കാന്തല്ലൂർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഈ കരിമീൻ കൃഷിയൊക്കെ ഒരുപാട് ഉള്ള ഒരു മേഖലയാണ്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? അതാ ശർക്കര, മറയൂർ ശർക്കര നിന്നുള്ള ലോകത്തിൽ തന്നെ പ്രസിദ്ധമായ ശർക്കരയാണ് ഇന്ന്. കാരണം കടൽ കടന്ന് വിപണനത്തിന് വരെ എത്തിയിട്ടുണ്ട് മറയൂർ ശർക്കര. അപ്പം ഈ മറയൂർ ശർക്കര ഇത്രത്തോളം നല്ല ഒരു നിലവാരത്തിലുണ്ടെങ്കിലും, ഗുണനിലവാരത്തിലായാലും ശരി, വിപണിയിലായാലും ശരി, നല്ല ഒരു ഓണാന്തര മാർക്കറ്റിലാണ് ഇപ്പം വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കരിമീൻ കൃഷി തന്നെ കുറഞ്ഞു വരികയാണ്. കാരണം മറയൂർ ശർക്കര പേരുണ്ടെങ്കിലും ഈ മറയൂർ ശർക്കരയുടെ പേരിൽ ഇവിടുത്തെ വ്യാപാരികൾ തന്നെ, കൂടാതെ ഇടനിലക്കാർ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത ശർക്കര കേരളത്തെ മാർക്കറ്റിലെത്തിച്ച് വിപണനം നടത്തുകയും ഇവിടുത്തുള്ള കർഷകരുടെ ഉൽപ്പാദിപ്പിക്കുന്ന ശർക്കരയ്ക്ക് വില താഴ്ത്തി മേടിക്കുകയും ചെയ്യുമ്പോൾ കർഷകർ ആകെപ്പാടെ നഷ്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കർഷകർ തന്നെ ഈ കരിമ്പ് കൃഷി ഉപേക്ഷിച്ച് കമുക്, തെങ്ങ്, വാഴ, മറ്റ് കൃഷിയിലേക്കാണ് മടങ്ങുന്നത്. കാരണം പണ്ട് 3000-ലേറെ ഏക്കറിൽ ഉണ്ടായ കരിമ്പ് കൃഷി 500 ഏക്കർ താഴെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാന്തല്ലൂർ ദണ്ടുകൊമ്പ് വിജയപുരം രൂപതയിൽപ്പെട്ട സെൻറ്റ് ജൂഡ് ദേവാലയത്തിലെ വികാരിയച്ഛൻ ഫാദർ പീറ്റർ പാലക്കലച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛൻ നമസ്കാരം. തെരഞ്ഞെടുപ്പൊക്കെ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളൊക്കെ അതിൻ്റെ മത്സരത്തിൻ്റെ പ്രചരണത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിത് ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലമാണ് പെടുന്നതാണ്. ഏറ്റവും അറ്റത്ത്, ഒരു പടിഞ്ഞാററ്റത്ത് തമിഴ്നാടിന് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂമിയാണ് ഇത്. ഈ ഒരു പ്രദേശത്തിൽ അപ്പോൾ അച്ഛനടുത്ത് വികാരിച്ചെന്ന നിലയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്? ഈ മറയൂർ കാന്തല്ലൂർ മേഖല പൊതുവെ അഞ്ചുനാട് എന്നാണ് അറിയപ്പെടുന്നത്. ദേവികുളം താലൂക്കിൻ്റെ ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെങ്കിലും ഈ 2 സംസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്താണിത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ മഴനിഴൽ പ്രദേശമെന്നാണ് പൊതുവേ ഈ അഞ്ചുനാട് അറിയപ്പെടുക. അപ്പോൾ മഴ വളരെ വിരളമായിട്ടാണ് ഇവിടെ കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പല ഭാഗത്തും കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇവിടെയൊക്കെ ലോറിയിൽ ടാങ്കിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒത്തിരിയേറെ ആദിവാസി മേഖലകളും കൂടി ഉള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ നല്ലൊരു ആശുപത്രിയില്ല. ആശുപത്രിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരോ അല്ലെങ്കിൽ കോട്ടയത്തോ കളമശ്ശേരിയിലോ പോകേണ്ടതായിട്ടാണ് അവസ്ഥ. പിന്നെ ഇടുക്കിയിലുണ്ട്. ഇടുക്കിയിലെത്തുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്.
കളമശ്ശേരി എത്തുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇടുക്കിയിലെത്തുക എന്നുള്ളത്. അതുകൂടാതെ തന്നെ പിന്നെ കെട്ടിട മേഖലയിലുള്ള പ്രവർത്തിക്കുന്നവരാണ് കൂടുതൽ. കാർഷിക മേഖല ഇവിടെ ഉണ്ടെങ്കിലും കരിമ്പ് കൃഷി ഉണ്ടെങ്കിലും കരിമ്പ് കൃഷി അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കെട്ടിട മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ കെട്ടിട സാമഗ്രികളൊന്നും ഈ പ്രദേശത്ത് നിന്ന് മണൽ വാരാനോ അല്ലെങ്കിൽ കല്ല് വെട്ടിക്കാനോ ഒന്നും സാധിക്കത്തില്ല. അപ്പോൾ അതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് ഭാരിച്ച് ചിലവ് വരുന്നുണ്ട്. ഇനി ആശുപത്രിയുടെ ഒരു അഭാവം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ടൂറിസ്റ്റ് വില്ലേജായിട്ട് ഇത് ഡെവലപ്പായി വരുന്നുണ്ടെങ്കിലും ഈ ട്രാഫിക് പ്രശ്നങ്ങൾ വളരെയേറെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒരു രോഗിയെ കളമശ്ശേരിയിലോ ഉടുമ്പൻപേട്ടയിലോ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ ചിലപ്പോൾ കാത്തു കിടക്കേണ്ടതായിട്ട് ഉള്ള അവസ്ഥയുണ്ട്. അപ്പോൾ റോഡുകളുടെ അപര്യാപ്തത, കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകൾ, അതിലും വലിയ രൂക്ഷമായ ഒരു പ്രശ്നമാണ് ഇടുക്കിയിൽ, പ്രത്യേകിച്ച് ഈ അഞ്ചുനാട് മേഖലയിൽ പട്ടയമില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ കെട്ടിടങ്ങൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഉള്ള പട്ടയം തന്നെ LA പട്ടയങ്ങളാണ് കൂടുതൽ. അതിൽ വേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള താമസത്തിനുള്ള വീടൊഴികെ വേറെ നിർമ്മാണ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. റിസോർട്ടുകളായിട്ടോ അല്ലെങ്കിൽ ഹോം സ്റ്റേ ആയിട്ടോ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ പട്ടയത്തിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ മേഖലയിൽ തമിഴ്നാട് പ്രദേശവുമായിട്ടാണ് കിടന്നിരുന്നത്. പണ്ട് ഇതിൻ്റെ പോക്കുവരവെല്ലാം നടന്നിരുന്നത് ഈ പ്രത്യേകിച്ച് ഉടുമ്പൻചോല, ദേവികുളം താലൂക്കുകളിലെ പല ഭൂമിയും തമിഴ്നാടിൻ്റെ താലൂക്കിലാണ് കിടന്നിരുന്നത്. പട്ടയങ്ങളൊക്കെ തമിഴിലാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഭാരതം ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളായി മാറ്റിയപ്പോൾ ഈ പ്രദേശം തമിഴ്നാട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പട്ടന്നാണ് പിള്ള 5 ഏക്കർ വീതം മലയാളികൾക്ക് കോളനികളായി കൊടുത്ത് ആളുകളെ ഇവിടെ കുടിയേറ്റി പാർപ്പിച്ചതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പല കുടുംബങ്ങളും ഈ ഹൈറേഞ്ച് മേഖലയിലേക്ക് കുടിയേറിയത്. ഇപ്പോൾ അവരെയെല്ലാം കുടിയേറ്റക്കാരായിട്ടും ഈ ഭൂമി വെട്ടിപ്പിടിക്കുന്ന കൊള്ളക്കൂട്ടമായിട്ടാണ് പലപ്പോഴും സംസ്ഥാനം കണ്ടുവരുന്നത്. അപ്പോൾ ഈ മേഖല തമിഴ്നാട്ടിലേക്ക് പോകാതിരിക്കാൻ കേരളത്തിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് മലയാളികളായിട്ടുള്ള നാട്ടുകാരെ ഈ പ്രദേശത്ത് കുടിയേറ്റി താമസിപ്പിച്ചത്. അത് വലിയൊരു കാര്യമാണ്. ഇന്ന് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാം ഈ കാര്യം വിസ്മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖല പ്രത്യേകിച്ച് ചന്ദനമരം വളരുന്ന ഒരു ഭൂമിയാണ്. ഏറ്റവും നല്ല ഇനം ചന്ദനമുള്ള പ്രദേശമായതുകൊണ്ട് സംസ്ഥാനത്തിന് വളരെ ഒരു വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഈ അഞ്ചുനാട് മേഖല. അപ്പോൾ ഇവിടെയുള്ള അതിന് ആനുപാതികമായ ഒരു വികസനം റോഡ് തലത്തിൽ, ആശുപത്രി തലത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമാണ്. അതുപോലെ തന്നെ ആദിവാസി മേഖലയിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയുണ്ട്, രോഗഗ്രസ്തമായ അവസ്ഥയുണ്ട്. ഇതിനൊന്നും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റോ അഥവാ കേന്ദ്ര ഗവൺമെൻറ്റോ മെനക്കെടാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അച്ഛൻ ഈ കാന്തല്ലൂർ മേഖലയിൽ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ആശുപത്രി എന്ന് പറയുന്ന ഒരു സംവിധാനം അത് വളരെ ഇല്ല എന്ന് തന്നെയാണ്. അച്ഛൻ പറഞ്ഞ പോലെ കളമശ്ശേരി വരെ എത്തണം എന്നതൊക്കെ പറയുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എത്ര മണിക്കൂറാണ് ഇവിടെ നിന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നത്? ഇവിടെ നിന്ന് കളമശ്ശേരി വരെ എത്തണമെങ്കിൽ 5 മണിക്കൂർ വേണ്ടി വരും. ഇടുക്കിയിലാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് എത്താമായിരിക്കാം. പക്ഷേ യാത്ര വളരെ ദുഷ്കരമാണ്. കാരണം വളവും റോഡ് വളരെ മോശം, അത് ടാറിങ് നന്നായിട്ടില്ല, വളവും തിരിവുകളുമാണ്, അപകടങ്ങൾ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാവുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജാണ്, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ്. പിന്നെ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്നുള്ള രോഗികൾ പോകുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും അവിടെയുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരുണ്ട്, പിന്നെ ഉടുമ്പൻപേട്ടയിലൊക്കെ തമിഴ് വ്യക്തിപരമായി നടത്തുന്ന ആശുപത്രികളുണ്ട്. അവിടെയൊന്നും ചികിത്സ അത്ര മേൽത്തരമല്ല. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെയൊക്കെ ടൂറിസ്റ്റ് ഇതിൽ ഇടം പിടിച്ച മേഖലയാണ് ഈ മറയൂർ, കാന്തല്ലൂർ എന്നൊക്കെ പറയുന്നത്. വിനോദസഞ്ചാരികൾ ഒരുപാട് വരുന്ന സ്ഥലമാണ്. ഇവിടെ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് എത്രത്തോളമുണ്ട്? ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് 2 ഹൈസ്കൂളുകളുണ്ട്. ഒന്ന് കാന്തല്ലൂർ പഞ്ചായത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ ഒരു ഹൈസ്കൂളുണ്ട്. അതുപോലെ തന്നെ മറയൂരിൽ ഗവൺമെൻറ് സെക്ടറിൽ ഒരു ഹയർ സെക്കൻഡറി വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു IHRD തുടങ്ങിയിട്ടുണ്ട്. അത് കാന്തല്ലൂരിലാണ്. മൂന്നാറിൽ നിന്നൊക്കെ കുട്ടികളിവിടെ വരുന്നുണ്ട്.
പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് വളരെ മോശമായിട്ടുള്ള ക്ലൈമറ്റാണ്. കുട്ടികളെ അവിടെ പലപ്പോഴും അധ്യാപകരെ ആവശ്യത്തിനില്ല. അതുപോലെ തന്നെ പിന്നെ ലാബ് സൗകര്യങ്ങളില്ല. ഒരു കോളേജ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് തന്നെ അപര്യാപ്തമായിട്ടുള്ള രീതിയിലാണ് വിദ്യാഭ്യാസം പോകുന്നത്. പിന്നെ പലപ്പോഴും കുട്ടികളെ തിരുവനന്തപുരത്തും ആദിവാസി കുട്ടികളെ പ്രത്യേകിച്ച് തിരുവനന്തപുരം, അതുപോലെ തന്നെ കോട്ടയം, എറണാകുളം മുതലായ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഹോസ്റ്റലുകളിലൊക്കെ നിർത്തിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെയുള്ള കുട്ടികൾ ഓരോ വർഷവും 10ഉം 15ഉം കുട്ടികളെ കോട്ടയത്തും എറണാകുളത്തും അതുപോലെ തന്നെ തൃശ്ശൂരൊക്കെ ഏറ്റുപോയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ LDFൻ്റെ ആയിക്കോട്ടെ UDFൻ്റെ ആയിക്കോട്ടെ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് അവർ ഇവിടുത്തെ MP തന്നെയായിരുന്നു രണ്ടുപേരും. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇത്രമാത്രം ടൂറിസത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഡെവലപ്മെൻറ്റ് നടത്താവുന്ന ഈ ഒരു സ്ഥലം അതൊരു അണ്ടർ ഡെവലപ്മെൻ്റ് ആയിപ്പോയി എന്ന രീതിയിൽ അത് സർക്കാർ ഇതിനെ ഇത്ര പരിഗണിക്കുന്നില്ല എന്ന രീതിയിലേക്ക് തോന്നുന്നു. ഒന്നാമത് ഈ ഇടുക്കി മണ്ഡലമെന്ന് പറയുന്നത് ഇന്ന് 2 or 3 ഡിസ്ട്രിക്റ്റിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ MP ഈ എല്ലാ മേഖലകളെയും ഒരേപോലെ പിന്നെ സ്വാധീനിക്കാനും അവിടെ ചെന്നെത്താനും കഴിയുന്നുണ്ടോ എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും MP വന്ന് ഒരു റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വലിയൊരു ഉത്തരവാദിത്വം തീർന്നു എന്നാണ് കരുതുക. അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചായത്ത് 1-2 റോഡുകൾ വെട്ടി അതോടുകൂടി അവിടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് അവർ കരുതുന്നു. ഇന്ത്യയിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് വില്ലേജായിട്ട് കാന്തല്ലൂർ വില്ലേജ് അടുത്തിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷേ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു വികസനം, റോഡ് സംബന്ധമായ വികസനം തന്നെയല്ല, പ്രൈവറ്റ് സെക്ടറിൽ റിസോർട്ടുകൾ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഹോം സ്റ്റേ പണിയാനോ ഉള്ള അനുമതി ലഭിക്കാനുള്ള കാലതാമസം, അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് വില്ലേജ് എന്നുള്ള ഗരിമ ഈ കാന്തല്ലൂർ വില്ലേജിനുണ്ടെങ്കിലും അതിന് ആനുപാതികമായിട്ടുള്ള ഒരു വികസനവും ഇവിടെ നടപ്പാക്കാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ തയ്യാറായിട്ടില്ല. ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് ക്രൈസ്തവർ, ഇതിപ്പോൾ ഒരു വിജയപുരം രൂപതയിൽപ്പെടുന്ന ദേവാലയമാണ്. ഇടുക്കി രൂപതയും ഈ ഒരു പ്രദേശത്തുണ്ട്. എത്രത്തോളം ഉണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ പ്രദേശം ആദ്യമേ തന്നെ മിഷൻ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് വന്നത് വിജയപുരം രൂപതയാണ്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം നടത്താനും അതുപോലെ ഹൈസ്കൂൾ വരെയുള്ള വിദ്യാഭ്യാസം നടത്താനും വിജയപുരം രൂപത വളരെയേറെ ശ്രദ്ധ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഈ പ്രദേശത്തിന് അക്ഷരാഭ്യാസം നടത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടെ ഒരു കോളേജ് സ്ഥാപിക്കണമെന്നുള്ളത് വിജയപുരം രൂപതയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അനുമതി കൊടുക്കാറില്ല. പലപ്പോഴും ഓരോ പാർട്ടികൾക്കാണ് ഈ വിദ്യാഭ്യാസം ലഭിക്കുക. ഒരു സംയുക്തമായിട്ട് ഭരണം നടത്തുമ്പോൾ പല പാർട്ടികൾക്ക് വേണ്ടി ഓരോ വകുപ്പുകൾ വീതം വയ്ക്കുമ്പോൾ ആ പാർട്ടികൾക്ക് ഭീമമായ തുക പാർട്ടി സംഭാവന ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും കോളേജ് സ്ഥാപിക്കാനായിട്ട് വിജയപുരം രൂപതയ്ക്ക് കഴിയാതെ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അക്ഷരാഭ്യാസം എന്നുള്ള ഒരു സംഗതി ആരംഭിച്ചത് വിജയപുരം രൂപതയാണ്. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം നടത്തിക്കൊണ്ട് പോകാനായിട്ട് വിജയപുരം രൂപതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമായ കാന്തല്ലൂർ മറയൂർ ഭാഗത്തെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന മണ്ഡലത്തിൻ്റെ ഏകദേശം ഹൃദയഭാഗത്ത് തന്നെയാണ്. ഇവിടെ നമ്മളോടൊപ്പം ചേരുന്നത് ഇടുക്കി രൂപതയുടെ AKCCയുടെ പ്രസിഡൻ്റായ ശ്രീ ജോർജ് കോയിക്കലാണ്. നമസ്കാരം സാർ. സാറേ, നമ്മൾ തെരഞ്ഞെടുപ്പൊക്കെ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ 3 മുന്നണികൾ പ്രധാനമായി മത്സരിക്കുന്നുണ്ട്. AKCC സംബന്ധിച്ചിടത്തോളം കേരളം മുഴുവനുള്ള നമ്മുടെ സീറോ മലബാർ സഭയുടെ സാമുദായിക സംഘടനയാണ്. ക്രൈസ്തവരുടെ ഒരു ശബ്ദമായി മാറിയിരിക്കുകയാണെന്ന് കാലഘട്ടത്തിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ AKCCയുടെ രാഷ്ട്രീയ നിലപാടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സമുദായ അംഗങ്ങളോടും ഈ നാട്ടിലെ ശബ്ദമില്ലാത്ത ഒട്ടേറെ ജനങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരു ശക്തമായ നിലപാടാണുള്ളത്. ഇവിടെ ഞങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. അത് ഭൂമി സംബന്ധമായുള്ള വലിയ പ്രതിസന്ധികളുണ്ട്. അതുപോലെ തന്നെ സമുദായം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന വലിയ അവഗണനയുണ്ട്. ഇതിനോടൊക്കെ ശക്തമായി പ്രതികരിക്കുകയും നീതിക്ക് വേണ്ടി നമുക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരുടെ പക്ഷത്തേക്ക് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ച് ഇടുക്കി രൂപതയിലുള്ളത്. തീർച്ചയായിട്ടും ആ നിലപാടിന് ഈ പുതിയ കാലത്ത് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ്.
ഈ ഇടുക്കി ജില്ല അല്ലെങ്കിൽ ഇടുക്കി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കാർഷികപരമായിട്ട് ഇപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂസംരക്ഷണം ഇത് ഇങ്ങനെയുള്ള പല കസ്തൂരിരംഗൻ ഗാഡ്ഗിൻ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു മുന്നേറ്റം നടന്നിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും. അപ്പോൾ ഇടുക്കി ഹൈ റേഞ്ച് സംരക്ഷണ സമിതി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായാലും പ്രവർത്തനങ്ങൾ അപ്പോൾ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ നിലപാടുകൾ ഇവിടെ എടുത്തിരുന്ന കൂടിയാണ്. കുറച്ച് വിവാദങ്ങളൊക്കെ കൂടി വേണം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും ഇലക്ഷൻ്റെ എങ്ങനെയാണ് പോകുന്നത് കാര്യങ്ങൾ? ഇപ്പം 2 സ്ഥാനാർത്ഥികളുണ്ട്. ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും കാര്യം? ഇടുക്കിയിൽ എന്നും എക്കാലം പ്രത്യേകിച്ച് കുടിയേറ്റത്തിൻ്റെ കാലം മുതൽ തന്നെ വലിയ പ്രതിസന്ധികളുണ്ട്. എല്ലാ കാലങ്ങളിലും ഇടുക്കി ജില്ലയ്ക്ക് ആ ജില്ലയുടെ പ്രത്യേകിച്ച് ഈ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ നേതൃത്വത്തിലെ അഭാവം വലിയ കാര്യമായിട്ട് ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അതിനെതിരെയാണ് ഒരു പരിധിവരെ ഞങ്ങൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾ സംഘടിച്ച് നിന്ന് ഈ നാട്ടിൽ ജനങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് ശ്രമിച്ചത്. അതിപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്, ഞങ്ങളുടെ ആളുകളുടെ ഹൃദയത്തിലുണ്ട്. അതിൻ്റെ ചൂരും ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷനെ നേരിടുന്നത്. ഇവിടെയും വലിയ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെന്ന് പറയുന്നത് നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ ഉൾപ്പെടെ വന്യമൃഗശല്യം, നിരന്തരമായി ഉണ്ടാകുന്ന കടുത്ത വന്യമൃഗശല്യം, അതുപോലെ തന്നെ വനവൽക്കരണവും വനവ്യാപനവും സംബന്ധിച്ചുള്ള ബഫർ സോണിൻ്റെ ഒരു വലിയ വ്യാപനം. ഇക്കാര്യത്തിലൊക്കെ ആരാണ് ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നതെന്നുള്ളതിനെ നോക്കി കൃത്യമായും വോട്ട് ചെയ്യാനുള്ള അല്ലെ ഞങ്ങളുടെ സമ്മതിദാനാവകാശം അതിനനുസരിച്ച് വിനിയോഗിക്കാനുള്ളൊരു മനസാക്ഷിയും ഒരു തീരുമാനവുമാണ് കത്തോലിക്ക കോൺഗ്രസ്സിനുള്ളത്. അപ്പോൾ ഇന്നലകളിലെ സമരങ്ങളുടെ കനലുകൾ ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അത് ഈ ഇലക്ഷൻ കാലത്ത് ഞങ്ങൾ ജ്വലിപ്പിച്ച് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ കുറച്ച് വിവാദമാണ് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട്. ഇടുക്കി രൂപതയ്ക്ക് അത് BJPയുമായി കണക്ട് ചെയ്തും പോകുന്നുണ്ട്. ഇടുക്കി രൂപതയ്ക്ക് അങ്ങനെ BJPയുടെ പ്രത്യേക അനുഭാവമുണ്ടോ, അല്ലെങ്കിൽ BJPയുടെ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ടോ മറ്റ് 2 മുന്നണികളിൽ നിന്ന്? എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് 2 മുന്നണികളും ഇടുക്കി രൂപതയെ ഒരുപാട് വിമർശനമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരുന്നു. അപ്പോൾ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വിമർശനത്തിൽ വലിയ കഴമ്പുള്ളതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. ഇത് 2-3 തലങ്ങളിലാണ് ഇത് നിൽക്കുന്നത്. ഒന്ന്, ഞങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിക്കോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ വേണ്ടി നിലകൊള്ളുന്നു, അവിടെ ശബ്ദമായി വർദ്ധിക്കുന്നതല്ല. ഇത് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അത് ഈ പ്രണയച്ചതി, പ്രണയക്കുരുക്ക് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ക്യാമ്പസുകളിൽ എത്രയോ കൊലപാതകങ്ങൾ നടന്നു. ആസിഡ് ഒഴിച്ച് കത്തിച്ചു, ആളുകളെ പരസ്യമായി പാലായിൽ പോലും കുഞ്ഞുങ്ങളെ പ്രണയത്തിൻ്റെ പേരിൽ കുത്തിക്കൊല്ലുന്ന ഒരുപാട് സംഭവങ്ങൾ. അത് ദൈനംദിനം ഉണ്ടാവുകയാണ്, നിരന്തരമായിട്ടുണ്ടാവുകയാണ്. അപ്പം നമ്മൾ പ്രായപൂർത്തിയാകുന്ന കുട്ടികൾക്ക് 10, 11, 12 ക്ലാസ്സിലെ കുട്ടികളെ പ്രണയത്തെക്കുറിച്ചും അതിൻ്റെ നന്മയെക്കുറിച്ചും മോശത്തെക്കുറിച്ചും 2 സൈഡ്, പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകളെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ആണ് ഈ കേരള സ്റ്റോറി കാണിക്കാനായിട്ട് ഇടയാക്കി തീർത്തത്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതായിട്ടോ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ചതായിട്ടോ അല്ല. നമ്മൾ പറയുന്ന ഒരു സ്റ്റാൻഡുണ്ട്. ഇത് നമ്മളല്ല, വേറെ ആര് പറഞ്ഞു കൊടുക്കും? എൻ്റെ കുഞ്ഞിനോട് അരുത് എന്ന് പറയാനുള്ള കാര്യം എനിക്കല്ലേ ബോധ്യമുള്ളത്. അപ്പം ഞങ്ങൾ സഭയുടെ ആളുകൾ, മതാധ്യാപകർ, ഞങ്ങൾ വളരെ ആലോചിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ദേവാലയത്തിൽ, ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടിരുത്തി പ്രണയത്തിൻ്റെയും അതിൻ്റെ ചതിക്കുഴികളുടെയും നാനാവിധമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തിയതിന് ശേഷം അതിന് കൊടുത്ത ആക്ടിവിറ്റികളുടെ ഭാഗമായി ദൂരദർശൻ സംപ്രേഷണം ചെയ്തൊരു സിനിമ, OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിരിക്കുന്ന ഒരു സിനിമ, ഞങ്ങളുടെ ഈ ചെറിയ സ്ഥലത്ത് പോലും തിയേറ്ററിൽ പ്രദർശിപ്പിച്ചൊരു സിനിമ, ആ സിനിമയൊന്ന് കാണുകയും വിലയിരുത്തുകയും അതിൻ്റെ അർത്ഥത്തിൽ ഞങ്ങൾ പഠിപ്പിച്ച പാഠഭാഗങ്ങളെക്കുറിച്ച് നിങ്ങളുടെ റിവ്യൂ തരികയും ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് പൊളിറ്റിക്കലൈസ് ചെയ്യാൻ തരുന്നത് നിർഭാഗ്യകരമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ധ്രുവീകരണം, വർഗീയമായ ജാതിയുമായ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നത് അവരുടെ മനസ്സിൻ്റെ മലിനതയാണ് സൂചിപ്പിക്കുന്നത്. ഒരിക്കലും ഒരു തെറ്റായ ദർശനത്തോടു കൂടിയല്ല ഇടുക്കി രൂപത ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് എന്നുള്ളതാണ് വസ്തുത. കേരള സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് അന്ന് നടന്നു, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഇടത് വലത് മുന്നണികളെ കടുത്ത വിമർശനമാണ് രൂപതയ്ക്കെതിരെ നടത്തിയത്. കഴിഞ്ഞ കുറച്ച് നമ്മൾ മാധ്യമങ്ങളുടെ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് രൂപത നോക്കിക്കാണുന്നത്? എന്തുകൊണ്ടായിരിക്കും അവർ ഇത്രമാത്രം വിമർശനമായിട്ട്? കാരണം ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മളിവിടെ മയക്കുമരുന്നിനെതിരെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്, ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്, അക്രമങ്ങൾക്കെതിരെ, മറ്റെല്ലാ വിഷയങ്ങൾക്കെതിരെ ഇതുപോലെ സിനിമ കാണിച്ചും ഡോക്യുമെൻ്ററി കാണിച്ചൊക്കെ ബോധവൽക്കരണം. ഈ പ്രണയ ചതിയെക്കുറിച്ചൊരു ബോധവൽക്കരണം കൊടുത്തതിന് എന്തിനായിരിക്കും ഇവർ ഇത്രമാത്രം എന്താ പറയുക രൂപതയ്ക്കെതിരെ ഇതായത്? അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് അങ്ങനെ ഒരു പബ്ലിക്കായിട്ട് പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഇത് ചില ആളുകളെയൊക്കെ സൂചിപ്പിക്കാനും
പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചില ആളുകളെയൊക്കെ സൂചിപ്പിക്കാനും തങ്ങൾ അവരുടെ പക്ഷത്താണ് എന്ന് ബോധ്യപ്പെടുത്താനും ചിലരെ കുരുതി കൊടുക്കുകയും ചിലരെ ഇരയാക്കുകയും ചെയ്ത് ഈ ചൂണ്ടയിൽ മീനിട്ട് ഇരയിട്ട് മീൻ പിടിക്കുന്നത് പോലെ ചില വോട്ട് ബാങ്കുകളെ സ്വന്തമാക്കാനുമുള്ള ഒരു ഹീന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങളിത് കാണുന്നുള്ളൂ. ഈ നാട്ടിൽ കലാലയങ്ങളിൽ, സ്കൂളുകളിൽ, നമ്മുടെ കുടുംബങ്ങളിലല്ലേ എത്രയോ ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അതിന് ആവശ്യമായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണ ശ്രമം, ഞാൻ പറഞ്ഞത് പബ്ലിക് പ്ലേസിൽ നടത്തിയതല്ല, കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് നമ്മൾ ചന്തയെ കൊണ്ട് പ്രദർശിപ്പിച്ചതല്ല, അല്ലെങ്കിൽ നാനാജാതി മതസ്ഥരെ ഇടയ്ക്കൊണ്ട് പ്രദർശിപ്പിച്ചതല്ല. നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സ്കൂളുകളിൽ 4 ദിവസക്കാലം ഈ കുട്ടികളെ ചേർത്ത് നിർത്തി ഇതുമായി ബന്ധപ്പെട്ട നാനാവിധമായ കാര്യങ്ങളൊക്കെ ഒരു മതാധ്യാപകൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ സിനിമയൊന്ന് കാണൂ, ഇതിനകത്തൊരു പ്രമേയം ചർച്ച ചെയ്യുന്നുണ്ട്, അതിനെ വിലയിരുത്തൂ എന്ന് പറയുന്നതിനെ പ്രതിപക്ഷ നേതാവായാലും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ഇടുക്കി രൂപതയെ വിമർശിക്കുകയും സഭയെ വിമർശിക്കുകയും വ്യാജപ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതും ചില കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ച് സഭയെയും നമ്മുടെ പ്രവർത്തനങ്ങളെ മോശക്കാരാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഉത്തരം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വളരെ ലളിതമാണ്. ചില വോട്ട് ബാങ്കുകളെ നേടാനുള്ള ഹീന ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുമാത്രമേ ഞങ്ങൾക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. സാർ നേരത്തെ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പം നമ്മൾ ബോധവൽക്കരണം കൊടുക്കാണ്ട് വേറെ ആരും നമ്മുടെ കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കും? ക്രൈസ്തവരുടെ സൺഡേസ് ക്ലാസ്സിൽ അവരുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ച കാര്യത്തിൽ ഈ രാഷ്ട്രീയക്കാർ ഇത്രമാത്രം ചെയ്തതും അല്ലെങ്കിൽ ഇപ്പോൾ സഭയ്ക്കെതിരെ നിന്നതും ഒരുപാട് മുറിവുകൾ ക്രൈസ്തവരുടെ, പ്രത്യേകിച്ച് ഈ രൂപത മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരും രൂപതയ്ക്കൊപ്പം നിന്നിരുന്നു. അതൊരു അവരുടെ മനസ്സിലൊരു മുറിവുണ്ടാക്കിയിട്ടില്ലേ? ഒരു പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം കൂടെ ഈ അവസരത്തിൽ ഒരു സമുദായ സംഘടനാ പ്രവർത്തനത്തിൽ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പഠിപ്പിക്കലുകളുണ്ട്, ബോധവൽക്കരണങ്ങളുണ്ട്. ഇവരുടെയൊക്കെ അണികളെയും നേതാക്കന്മാരെയും പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ എന്താണ് എന്ന് ഈ പൊതുസമൂഹത്തോട് ഒരിക്കലും വിളിച്ചു പറയാറില്ല. തീവ്രവാദ നിലപാടുള്ള ആളുകളുണ്ട്, അത് ഇടതുപക്ഷത്തോ വലതുപക്ഷത്തോ വ്യത്യാസമില്ലാതെ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ നാട്ടിലെ ആളുകളോട് പറഞ്ഞിട്ടാണോ? എല്ലാ മതവിഭാഗങ്ങളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരം വെളുക്കുന്നതിന് മുമ്പ് മതശാലകളിൽ കൊണ്ട് പഠിപ്പിക്കുന്നില്ലേ? ആ സിലബസ് ലോകത്ത് ആരുടെയെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടാണോ? ആ സിലബസ് എവിടെയെങ്കിലും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടാണോ? ആ സിലബസ് ഈ നാട്ടിൽ എല്ലാവർക്കും അംഗീകരിക്കാവുന്നൊരു സിലബസ് ആകണമെന്നില്ല. മറിച്ച് ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ട പോലെ ആർക്കും അറ്റാക്ക് ചെയ്യാനുള്ളൊരു ഇടമായി നമ്മൾ ക്ഷമയുടെയും മാന്യതയുടെയും നമ്മൾ തീവ്രവാദമില്ലായ്മയുടെയും ഒക്കെ പ്രതിനിധികളായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പാവപ്പെട്ടവനെ, ഈ നിസ്സഹായനെ ഈ ചൂണ്ടയിൽ കൊളുത്തിയിട്ടാൽ മറ്റു ചില വലിയ മത്സ്യങ്ങളെ പിടിക്കാനുള്ള ശ്രമം മാത്രമായിട്ടേ കാണുന്നുള്ളൂ. സമുദായ സംഘടന, പ്രത്യേകിച്ച് ഇടുക്കി രൂപതയിൽ സഭ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു എന്നുള്ളതല്ല, ഈ പ്രണയച്ചതിക്കെതിരെ, പ്രണയക്കുരുക്കുകൾക്കെതിരെ നടത്തിയ ബോധവൽക്കരണ ശ്രമങ്ങൾക്ക് 100% പിന്തുണ അവിടുത്തെ ആളുകൾ നൽകുന്നത്. അത് സമുദായ സംഘടന ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വലിയ പിന്തുണയും പ്രോത്സാഹനമായിട്ട് നിൽക്കുകയാണ്. അത് രാഷ്ട്രീയക്കാർ എന്ത് പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു വിഷയം പോലുമല്ല. അതാണ് എൻ്റെ കാര്യം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കെതിരെ ഇപ്പം നേരത്തെ മറ്റൊരു മതത്തിൻ്റെ ഒരു പാഠപുസ്തകം, എനിക്കൊരു തറയിൽ പിതാവും ആ ഒരു വിഷയം പറഞ്ഞു, ചർച്ച ചെയ്യപ്പെടാൻ മറ്റു മാധ്യമങ്ങളോ അല്ലെങ്കിൽ പൊതുസമൂഹമോ പേടിക്കില്ലേ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അപ്പോഴാണ് ക്രൈസ്തവർക്കെതിരെ വളരെ ഇത്രമാത്രം ആക്രമണം അഴിച്ചുവിടുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായിട്ട്. അപ്പോൾ അത് ക്രൈസ്തവരുടെ വാക്കിന് അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ വില കൊടുക്കുന്നില്ല. ഒരുപക്ഷെ നമ്മളതൊരു വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ടോ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി മാറുന്നുണ്ട്. ഇത് ക്രൈസ്തവൻ ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതിനെതിരെ ഒരു പൊതു ചൊല്ലുണ്ട്, കാരണവന്മാർ പറയുന്നില്ല, താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. നമ്മൾ എണ്ണത്തിൽ വളരെ കുറവാണ്, നമ്മൾ ധ്രുവീകരണത്തിൽ വളരെ കുറവാണ്, നമ്മൾ മറ്റേതെങ്കിലും തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ആരെയും ഭയപ്പെടുത്തുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നില്ല. നമ്മുടെ സഹവർത്തിത്വത്തിൻ്റെ നിലപാടാണ്, സാഹോദര്യത്തിൻ്റെ നിലപാടാണ്, ക്രിസ്തു പഠിപ്പിച്ച നിലപാടിൻ്റെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളുടെ മേൽ എന്തുമാകാം എന്ന് ധരിക്കുന്നതാണ്. പക്ഷേ എലക്ഷൻ കാലത്ത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് മനസാക്ഷിയുടെ ഒരു പ്രതികരണമാണ്, നമ്മുടെ അംഗീകാരമാണ് വോട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ പക്ഷത്ത് നിൽക്കുകയും നമ്മൾ ഉയർത്തുന്ന നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസവും വിവരവും സമുദായാംഗങ്ങൾക്കുണ്ട്. അത് ഈ ഇലക്ഷൻ കാലത്ത് പ്രകടിപ്പിക്കും. അതിൻ്റെ പ്രതിഫലനം ഇലക്ഷനിലുണ്ടാകും എന്ന് തന്നെയാണ് പറയാം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. മാഡം നമസ്കാരം. പ്രചരണമൊക്കെ ഏത് ഘട്ടം വരെ എത്തി? വളരെ ഭംഗിയായി തന്നെ
പ്രചരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ വെയിലും മഴയും ഒക്കെയായി മിക്സഡ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയിലാണ്. പ്രവർത്തകരൊക്കെ ഏറെ ഉത്സാഹത്തിലാണ്. അവരെല്ലാവരും കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ രണ്ടാം ഘട്ടം പ്രചരണം, വാഹന പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മോദിജിയുടെ ഒരു പ്രഭാവം ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കുമെന്നുള്ള തർക്കം. ജനങ്ങളുടെ പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട്? അവരെല്ലാവരും പറയുന്നത് ഇപ്രാവശ്യം ഒരു മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകർ എന്നോട് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വികാരമായിട്ട് അവർ മാറിയിട്ടുണ്ട് നാട്ടിലെ ജനങ്ങൾക്ക്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹമടക്കം നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു എനിക്കൊരു ഫീല് കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിന്നാണ് ഇടുക്കി മണ്ഡലത്തിൽ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ട് ഒരു ഫീല്, പ്രത്യേകിച്ച് ക്രൈസ്തവ സഹോദരന്മാർ ഒരുപാട് പേര് എൻ്റെ കൂടെ പ്രവർത്തന മേഖലയിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഇടുക്കി മണ്ഡലത്തിൽ സ്വഭാവം അനുസരിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് UDF ഈ ഒരു മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്, LDF പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വികസനങ്ങൾ സ്വപ്നം ഇപ്പോൾ ഒരു NDAയുടെ കാൻഡിഡേറ്റ് എന്ന നിലയിൽ എന്തൊക്കെ തരത്തിൽ വികസന സ്വപ്നമാണ് മാഡം ഈ ഒരു മണ്ഡലത്തിൽ കാണുന്നത്? ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാറി മാറി ഭരിച്ചത് ഇവരാണ്. പിന്നെ ജോയ്സ് ജോർജ് ആയാലും ഡീൻ കുര്യാക്കോസ് വീണ്ടും വരണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അവർ ഫ്ലെക്സ് ബോർഡിലൊക്കെ കാണുന്നത്. പക്ഷെ എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നം, പട്ടയ പ്രശ്നം, അതിവിടെ കൊല്ലങ്ങളായിട്ടുള്ളൊരു പ്രശ്നങ്ങളാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ കാണാൻ പറ്റില്ല. ഇലക്ഷൻ എടുക്കുമ്പോൾ കുറേ പട്ടയമേളകൾ വയ്ക്കുമെന്നാല് വേറെ ഒരു പരിഹാരമില്ല. അതുപോലെ തന്നെ ഏറ്റവും അലട്ടുന്നൊരു പ്രശ്നമാണ് വന്യജീവി പ്രശ്നങ്ങൾക്ക് കൃത്യമായി അവരൊരു കാഴ്ചപ്പാടോടെയുള്ള ഒരു പദ്ധതി തയ്യാറാക്കാനോ മറ്റോ കേന്ദ്ര ഗവൺമെൻറ് ആയിട്ട് ആലോചിച്ചിട്ടില്ല. എത്രയോ ഫണ്ടുകൾ അതിന് വേണ്ടിയിട്ട് ഉണ്ട്, പക്ഷെ അത് കൃത്യമായി വിനിയോഗിക്കാനായിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ശ്രമിച്ചിട്ടില്ല. 5 കൊല്ലത്തോളം 10 കൊല്ലത്തോളം ഒക്കെ അവരിവിടെ ഭരണത്തിലുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇതൊന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ടാണ് അവർ പ്രത്യേകിച്ച് പറയുന്നത് ഈ ഒരു മാറ്റം ആവശ്യമാണെന്ന്, അനിവാര്യമാണെന്ന് അവർ പറയുന്നു. മറ്റൊരു വിഷയം ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ വന്യജീവി ആക്രമണം, അത് ഇടുക്കിയിൽ വളരെയധികം രൂക്ഷമായ ഇഷ്യൂ ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭയായാലും കർഷകരായാലും ഉയർത്തിക്കാട്ടുന്നൊരു പ്രശ്നമാണ്. ഇതിൽ കേന്ദ്ര സർക്കാരില്ലെങ്കിൽ കേന്ദ്രത്തിലെ 72 ഒരു വന്യജീവി നിയമം, അതാണ് പല കാരണങ്ങൾ തടസ്സമായി നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിയമത്തിൽ അമെൻമെൻറ്റ് കൊണ്ടുവരാനായിട്ട് മാഡം ശ്രദ്ധിക്കും? ഇല്ല, അത് ഓൾറെഡി അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ നിയമം എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നിയമം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എമെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ 2003 എമെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്തരത്തിലുള്ള അത് കൃത്യമായി നടപ്പിലാക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതോടൊപ്പം തന്നെ വന്യജീവി കേന്ദ്രത്തിന് അവരുടെ ആവാസ വ്യവസ്ഥ അതിൻ്റെ തനിമയോട് നിലനിർത്താനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി ഒരുപാട് ഫണ്ടുണ്ട്. ഇവിടെ 2 വാഹനം മേടിക്കാൻ മാത്രമാണ് ആ ഫണ്ട് ഉപയോഗിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വാഹനം മേടിച്ചാൽ വന്യജീവികൾക്ക് അവരുടെ ഭക്ഷണവും അല്ലെങ്കിൽ അവരുടെ വെള്ളവും കിട്ടില്ലല്ലോ. അപ്പോൾ ഭക്ഷണവും വെള്ളവും കൃത്യമായി കൊടുക്കാത്തത് കൊണ്ട് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു വിഷയം, ഇടുക്കി മണ്ഡലം ഒരുപാട് വലിയൊരു മണ്ഡലമാണ്. ഏകദേശം 2ാമത്തെ ജില്ലയാണ് ഇടുക്കി ജില്ല. പക്ഷേ ഇപ്പം കാന്തല്ലൂർ മേഖലയിൽ ഞങ്ങൾ പോയായിരുന്നു. അവിടെ എല്ലാം പറയുന്നത് അവർക്ക് ഒന്ന് റോഡ് സൗകര്യം, ഒന്ന് ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെയൊക്കെ വെച്ച് ഒരാൾക്ക് വലിയൊരു അസുഖം വന്നാൽ ഒന്നെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുവരണം. ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അവിടെ ഒരു വരുന്ന വഴിക്ക് ഇപ്പോൾ രാജമല അവിടെയൊക്കെ ബ്ലോക്കുകൾ ഒരുപാട് കിട്ടുന്നുണ്ട്, ടൂറിസം കേന്ദ്രം ആയതുകൊണ്ട്. അപ്പോൾ അവിടെ ജീവിക്കുന്ന പാവപ്പെട്ട വ്യക്തികൾക്ക് ഒരു ആശുപത്രി സൗകര്യത്തിന് പോലും ഇടുക്കി മണ്ഡലത്തിലൊരു നല്ലൊരു സൗകര്യമില്ല എന്നുള്ളൊരു വിഷയം പറയുന്നുണ്ട്. ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇവിടെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 10 വർഷം മുമ്പും ഞാൻ ഇടുക്കിയിലൂടെ റോഡുകളിലൂടെ സഞ്ചരിച്ചതാണ്. 10 വർഷത്തിന് ഇപ്പോൾ നരേന്ദ്രമോദിജി സർക്കാർ വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് റോഡുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല റോഡുകൾ ഇടുക്കിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില റോഡുകൾ ഇവിടെ പദ്ധതി അനുവദിച്ചിട്ടും അത് നടപ്പിലാക്കാതെ വെക്കുന്നത് മറ്റൊരു ഭരണാധികാരികൾ അനുവദിച്ച് തന്ന റോഡായതുകൊണ്ട് മാത്രം അത് നടപ്പിലാകാതെ വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നരേന്ദ്രമോദിജിയുടെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മറ്റ് ഭരണമുള്ളവർക്കൊക്കെ ഇവിടെ കാണിച്ചു കൊടുത്ത് മാതൃകയായിട്ട് നിലനിൽക്കുന്നത്. ആ വികസനം ഇവിടെ കൊണ്ടുവരാൻ യാതൊരു പാടുമില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, ടൂറിസം മേഖലയാണ് ഇടുക്കി. ഈ ടൂറിസം മേഖലയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് കൃത്യമായ പ്ലാനിങ്ങിനോടുകൂടി ഇവിടുത്തെ അതിനോട് ചേർന്ന് കൊടുക്കുന്നവരെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനായിട്ടുള്ള എല്ലാ പദ്ധതികളും നരേന്ദ്രമോദിജി ഗവൺമെൻറ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത് അതിനൊക്കെ തന്നെയാണ്. ആ ഗ്യാരണ്ടി ഇവിടെ കുറേയൊക്കെ നടപ്പിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്. ഗ്യാരണ്ടി ഇവിടെ നടപ്പിലാക്കാനായിട്ട് വിമുഖത കാണിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം.
കാന്തല്ലൂരിനടുത്തുള്ള പായസ് നഗറിലെ 10-ാം പിയൂസ് ദേവാലയത്തിലെ വികാരി അച്ഛനായ ഫാദർ ബെന്നി അച്ചാരുപറമ്പിൽ OCD അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛൻ നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചൂട്ടിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട് എത്ര ഇടവക്കാരുണ്ട് ഇവിടെ? നമുക്കൊരു 100-ൽ താഴെ ഇടവക ജനങ്ങളുണ്ട്. ഈ ഒരു പ്രദേശത്ത് നമുക്ക് എത്ര ക്രൈസ്തവ ദേവാലയങ്ങൾ വരുന്നു? മൊത്തം ക്രൈസ്തവ ദേവാലയങ്ങൾ ഇതിനടുത്ത് ഇനിയിപ്പോൾ നമുക്ക് ഈ കാന്തല്ലൂർ ഉള്ളത്, മറയൂർ, കാന്തല്ലൂർ, വിജയപുരം രൂപതയിൽപ്പെട്ടത് രൂപതയുടെ ഇടവകകളാണ്. എത്ര വർഷമായി നമ്മൾ ഈ ഒരു ദേവാലയം ഇത് 65-ൽ സ്ഥാപിതമായിട്ടുള്ള 1965-ൽ സ്ഥാപിതമായിട്ടുള്ള ദേവാലയം. നമ്മൾ ഈ ഇലക്ഷൻ സമയത്ത് നമ്മുടെ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രൈസ്തവർ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ഥാനാർത്ഥികൾ അവർ ശ്രദ്ധ കൊടുക്കേണ്ട മേഖലകൾ അതൊന്ന് അച്ഛൻ ഒന്ന് പറയാമോ? നമുക്കിവിടെ പ്രത്യേകമായിട്ട് ഇപ്പോൾ കാന്തല്ലൂർ, മറയൂർ മേഖലയിൽ ഞാൻ ഈ പള്ളിയിൽ വന്നിട്ട് ഒരു വർഷത്തോളമായി. അപ്പോൾ നമുക്ക് കാണുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അധികവും കർഷക കുടുംബങ്ങളിൽ കൃഷിപരമായിട്ടുള്ള ജോലിയിൽ വ്യാപൃതരായിട്ടുള്ള ജനങ്ങളാണ്. അപ്പോൾ അവർക്ക് ഇന്നിപ്പോൾ അവർ നേരിടുന്ന പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൃഷി ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിന് പ്രത്യേകമായിട്ട് എടുത്തു പറയാവുന്ന കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് കാലാവസ്ഥ വ്യതിയാനം, അതനുസരിച്ചുള്ള അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് കൃഷിയിടങ്ങൾ നനച്ച് കിട്ടാനുള്ള സൗകര്യങ്ങളില്ല. പിന്നീട് രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്ന വന്യമൃഗങ്ങളുടെ ഒരു ശല്യം, ഉപദ്രവം കൂടിക്കൂടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃഷി ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വെള്ളത്തിൻ്റെ ദൗർബല്യം അത് വളരെ രൂക്ഷമാണോ ആണല്ലേ പ്രദേശത്ത്? പ്രത്യേകിച്ച് ഈ സമയത്ത് അത് ഇത്തിരി രൂക്ഷം തന്നെയാണ്. കുറച്ചൊക്കെ ജലസേചന സൗകര്യങ്ങളുണ്ടെങ്കിലും അത് ആവശ്യത്തിന് എല്ലാ കർഷകരിലേക്കും എത്തുന്നില്ല എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ കാര്യം തന്നെ. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ചൂടിലാണ് അല്ലേ? എവിടം വരെ എത്തി ഘട്ടം? നമ്മളിപ്പോൾ പരസ്യ പ്രചരണത്തിൻ്റെ 1-ാം റൗണ്ട് ഇതോടുകൂടി പൂർത്തീകരിക്കുകയാണ്. പരമാവധി സമ്മതിദായകരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ രാജ്യം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമാണ് ജനങ്ങളുടെ മനസ്സിലേക്കുള്ളത്, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിന് മുന്നിലുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാറേ, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ഇടുക്കി മണ്ഡലം മലയോര മേഖലയാണ്, ഒരുപാട് കർഷകരുള്ള മേഖലയാണ്. ഇപ്പോൾ ഒരു വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് കർഷകർ ഒരുപാട് ആശങ്കയിലാണ്. ആ സമയത്ത് നമ്മുടെ ഇലക്ഷൻ നടക്കുന്നതും ഈ മണ്ഡലത്തിൽ ഒരുപാട് പങ്കുവച്ചതും ഈ ആശങ്കയാണ്. ഈ ഒരു വിഷയത്തിൽ സാറിൻ്റെ നിലപാടാണ്? വന്യമൃഗശല്യം ഈ വിഷയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച സബ്മിഷൻ വന്യജീവി ആക്രമണത്തെക്കുറിച്ചാണ്. അപ്പം ഞാൻ പാർലമെൻറ്റിൽ 91 പ്രസംഗങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 8 എണ്ണം ഈ വിഷയത്തിൽ മാത്രമായിരുന്നു. ബാക്കി എല്ലാ വിഷയവും ചേർത്താണ് ബാക്കിയെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ ഈ നാട് നേരിടുന്ന പ്രതിസന്ധി നേരിട്ട് കണ്ടറിയാൻ എനിക്ക് പല അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് പരിഹരിക്കണമെങ്കിൽ സർക്കാർ ഇടപെടാതെ നടക്കത്തില്ല. ഇപ്പോൾ പ്രാഥമികമായി ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യതയുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അവരത് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല നല്ല പദ്ധതികൾ ധാരാളമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ ഒക്കെ മാതൃകയാക്കിക്കൊണ്ട് ട്രെഞ്ച് കുഴിക്കേണ്ടടുത്ത് ട്രെഞ്ച് കുഴിക്കാനും, ഇനി അതല്ലെങ്കിൽ സോളാർ വേലിക്ക് പകരം ക്രാഷ് ഗാർഡ് ഫെൻസിങ് ചെയ്യാനും മതിൽ കെട്ടാനും ഒക്കെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമുണ്ട്, അവസരമുണ്ട്. പക്ഷേ അവർ പ്രയോജനപ്പെടുത്താത്തിടത്താണ് ഈ പറയപ്പെടുന്നത് പോലെ ഇത്രയും രൂക്ഷമായ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് 3-4 ജില്ലകളിൽ മാത്രമാണ്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട, പാലക്കാട് ഇങ്ങനെയുള്ള
ഒരു പ്രധാനപ്പെട്ട മലയോര കേന്ദ്രങ്ങളിലാണ് ഈ വിഷയം ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല നല്ല പദ്ധതികൾ അവതരിപ്പിച്ചാൽ ഈ പ്രശ്നം കുറേയൊക്കെ പരിഹരിക്കാം. എൻ്റെ മുന്നിൽ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മാങ്കുളം പഞ്ചായത്തിൽ ക്രാഷ് കാർഡ് ഫെൻസിങ് ചെയ്തു. ആ മാങ്കുളം പഞ്ചായത്തിൽ ഇപ്പോൾ കാട്ടാന ആക്രമണം കുറവാണ്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ആ ക്രാഷ് കാർഡ് ഫെൻസിങ് കൊണ്ട് കഴിയുന്നുണ്ട്. പക്ഷേ അതിന് പണം മുടക്കണം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും കുറച്ച് പൈസ മാത്രമാണ് ഈ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത്രയും രൂക്ഷമായ വിഷയം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ആനകളെയും അതുപോലെ മറ്റ് ക്രൂരമായ മൃഗങ്ങളെയും ഒക്കെ വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് പോളിസി ഡിസിഷൻ എടുക്കണം, ഉദ്യോഗസ്ഥർക്ക് ആ മെസ്സേജ് കൊടുക്കണം, റിപ്പോർട്ട് തയ്യാറാക്കണം. ഇതിനൊക്കെ അവർ മടി കാണിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ വനത്തിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് എണ്ണം നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയതായ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരണം. ഞാൻ പാർലമെൻറ്റിൽ ആ വിഷയം വളരെ ശക്തമായി ഉന്നയിച്ച ആളാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് ഗവൺമെൻറ്റുകളും തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പെരുമാറിയെങ്കിൽ മാത്രമേ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടത്തുള്ളൂ. നമ്മൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ വിഷയം പാർലമെൻറ്റിനുള്ളിലും പുറത്തും ഒക്കെ തന്നെ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ ജനകീയമായ സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിനിയും തുടരും. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ നിശ്ചയമായും ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടലിലൂടെ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, നമ്മുടെ ഗവൺമെൻറ് പൂർണ്ണ പരാജയമാണ് ഫണ്ട് മുടക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് MP ഫണ്ടിൻ്റെ ഒരു നിശ്ചിത ശതമാനം പ്രധാനപ്പെട്ട വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ 50% MP ഫണ്ടും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സാറേ, മറ്റൊരു കാര്യം, നമ്മൾ ഇടുക്കി ലോക്സഭാ മണ്ഡലം വളരെ വിശാലമായൊരു മണ്ഡലമാണ്. ഇടുക്കി ജില്ല കേരളത്തിലെ 2ാമത്തെ ജില്ലയാണ്. ഇതിനനുസരിച്ച് ഈ കാന്തല്ലൂർ മറയൂർ പ്രദേശം ഈ പടിഞ്ഞാററ്റത്ത് കിടക്കുന്നതാണ്. പക്ഷേ അവിടുത്തെ ചില ജനങ്ങൾ ഹോസ്പിറ്റലില്ല, റോഡുകളുടെ വികസനം ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളക്ഷാമം ഒരുപാട് വരുന്നു. അതോടൊപ്പം തന്നെ കോതമംഗലം മേഖലയിലെ കല്ലേലിമേട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ കറണ്ടില്ല, അവിടെ റേഞ്ച് ഇല്ലാത്ത അവസ്ഥ, അവർക്ക് കറണ്ട് കിട്ടിയിട്ടില്ല, പാലമില്ല. അങ്ങനെ പല മേഖലയിലും ഉള്ള ഒരു ഈ ഒരു മേഖലയിൽ എന്ത് രീതിയിലാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇതുപോലെയുള്ള ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ സൗകര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായും ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം താങ്കൾ ചോദിച്ചതിൽ മൊബൈൽ റേഞ്ച്, ഈ കല്ലേലിമേടിൽ ഉൾപ്പെടെ മൊബൈൽ റേഞ്ച് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ടവർ 90 മൊബൈൽ ടവറാണ് നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുള്ളത്. അതിലൊന്ന് കല്ലേലിമേടാണ്. കല്ലേലിമേടിൽ അവിടെ സ്ഥലം അനുവദിച്ചു, പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയറൻസ് കിട്ടാത്തതിൻ്റെ പേരിലുള്ള ഒരു സാങ്കേതിക പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് പരിഹരിച്ചാൽ കല്ലേലിമേടിലും ആവും. 90 മൊബൈൽ ടവറുകൾ നമ്മുടെ ആദിവാസി മേഖലകളിലും തോട്ടം മേഖലകളിലും USO ഫണ്ടിൽ നിന്നും, യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിൽ നിന്നും അനുവദിപ്പിച്ച് ഏതാണ്ട് 91 കോടി രൂപയുടെ വലിയ പ്രോജക്റ്റാണ് അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ട മേഖലകളിൽ സൗകര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനത്തിലേക്ക് കടന്നു. ഇപ്പോൾ NH85 കൊച്ചി മുതൽ മൂന്നാർ വരെ അത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരിമംഗലത്ത് പുതിയ പാലം അനുവദിച്ചു എന്നതുപോലെ നമ്മുടെ അടിമാലി കുമളി ദേശീയപാത അത് 18 മീറ്റർ വീതിയാക്കി വികസിപ്പിക്കുകയാണ്. മുണ്ടക്കയം കുമളി ദേശീയപാത അതും 18 മീറ്റർ വീതിയാക്കി വികസിപ്പിക്കുകയാണ്. വണ്ടിപ്പെരിയാറിലും കട്ടപ്പനയിലും ചെറുതോണിയിലും അടിമാലിയിലും ബൈപ്പാസ് അനുവദിച്ചു. മൂവാറ്റുപുഴയിലും കോതമംഗലത്തും ബൈപ്പാസ് അനുവദിച്ചു. ഇനി മലയോര മേഖലയിൽ ഇപ്പോൾ താങ്കൾ ആദ്യം ചൂണ്ടിക്കാണിച്ച മറയൂർ, കാന്തല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവിടെ ഇപ്പോൾ ട്രൈബൽ മേഖലയിലേക്ക് കൂടുതലായി MP ഫണ്ട് നൽകിക്കൊണ്ട് അതുവഴി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾക്ക് ഞാൻ മുൻഗണന കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആദിവാസി ഊരുകളിലൊക്കെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നല്ല നിലയിൽ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി MP ഫണ്ട് നല്ല നിലയിൽ തന്നെ ട്രൈബൽ മേഖലയിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. സാറേ, ഇനിയുള്ള MP ആവുമ്പോൾ ഇനിയുള്ള സ്വപ്നങ്ങൾ, ഇടുക്കി മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അവരാരും ഇവിടെ നിൽക്കുന്നില്ല, അവരെല്ലാം വിട്ടുപോവുകയാണ്, വിദേശ രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയാണ്. അപ്പോൾ അവർക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് വികസന പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ,
ഇവിടെ സൗകര്യങ്ങൾ കൂടുതലായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മൊബൈൽ ടവറിൻ്റെ സ്ഥാപനം അത് ആ രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 5Gയുടെ കാലഘട്ടത്തിൽ ഒരു കോള് പോലും വിളിക്കാൻ പറ്റാത്ത ധാരാളം പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ജൂൺ മാസം 30 കൂടി സമ്പൂർണ്ണമായി മൊബൈൽ കവറേജ് ഉള്ള അത് 4G കണക്ഷനുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമായി ഇടുക്കി മാറും എന്നതുപോലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ദേശീയപാത വികസനം അത് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ESI ബെനിഫിറ്റ് ഉള്ളവരായി മാറാൻ പോവുകയാണ്. അപ്പോൾ കട്ടപ്പനയിൽ 100 ബെഡ് ESI ആശുപത്രി അനുവദിച്ചു, 150 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ഇനി അതിൻ്റെ പണി പൂർത്തീകരിക്കണം. തൊടുപുഴയിൽ രണ്ടാമതൊരു കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് അന്തിമ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് അടിസ്ഥാന വർഗം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ തരത്തിലും തൊഴിലാളികൾ സൗകര്യം കുറവുള്ള ആളുകൾ അവർക്ക് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ നല്ല ചികിത്സ ലഭ്യമാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായ പരിമിതി ആദിവാസി മേഖലയിൽ ഇടമലക്കുടിയിൽ ഒരു സ്കൂൾ അനുവദിച്ച് ആ സ്കൂൾ കെട്ടിടം നമ്മൾ പണി പൂർത്തീകരിച്ചു. CSR ഫണ്ട് മുടക്കിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ. അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയ രംഗത്ത് ഇടുക്കി ജില്ലയ്ക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ ഒരു ഗവൺമെൻറ്റാണ്. ഏതാണ്ട് 35 കരിനിയമങ്ങളാണ് ഇടുക്കി ജില്ലയ്ക്കെതിരെ ഈ ഗവൺമെൻറ് ഇറക്കിയത്. അപ്പോൾ ആ ഒരു തരത്തിൽ ഈ ജില്ലയെ ദ്രോഹിച്ച ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം ഇടുക്കിയിലെമ്പാടുമുണ്ട്. താങ്കളിവിടെ ആദ്യം സൂചിപ്പിച്ച വന്യജീവി പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന് അകത്ത് വരുന്ന വിഷയങ്ങളാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായ അതിശക്തമായ ജനവികാരം, അഴിമതിയല്ലാതെ മറ്റൊന്നും ഈ ഗവൺമെൻറ്റിൻ്റെ അജണ്ടയിലില്ല. അപ്പോൾ ആ ഒരു തരത്തിൽ ഇടത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം നാട്ടിലെല്ലായിടത്തും ഉണ്ടാകും. അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള വികസന പദ്ധതികൾക്കൊക്കെ ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ കൂടി ജനങ്ങൾ അനുകൂലമായ ഒരു പ്രതികരണം നടത്തുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്.